പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഗൾഫിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ടായിരുന്നു. ഒരു പക്ഷേ നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ചിരുന്നത് ഗൾഫ് രാജ്യത്ത് പോയി ജോലി ചെയ്യാനായിരുന്നു. എന്നാൽ കാലമെല്ലാം മാറി ഇന്ന് നമുക്കിടയിലെ യുവതിയുവാക്കൾ ആഗ്രഹിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. അവിടെ ജോലി ആഗ്രഹിക്കുന്നവരാണ് ഒട്ടുമിക്ക പേരും. എന്നാൽ ഇവിടുത്തെ ഏജൻസി ഫീ അല്ലെങ്കിൽ സർവീസ് ചാർജ്, നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് എല്ലാം കാരണം പലരും ഈ ഒരു സ്വപ്നം മാറ്റി വെക്കാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ സർവീസ് ചാർജ് 3, 4, 5, 6 ലക്ഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയും ലക്ഷം മുടക്കിയിട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത്രയൊന്നും ലക്ഷങ്ങൾ മുടക്കാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി നേടാനുള്ള അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പ്രത്യേകിച്ച് ജർമ്മനി, അയർലാൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക്. അത് ഉടായ്പ വഴിയൊന്നുമല്ല കേട്ടോ. 100% സത്യസന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഇന്ത്യൻ നിയമം അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചിട്ടുള്ള വഴിയിലൂടെ നമുക്ക് ജോലി കണ്ടെത്താൻ കഴിയും. ഇവിടെയുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ഏജൻസിയുടെ സഹായമില്ലാതെ. ഇവിടുത്തെ ഏജൻസിയും അവിടുത്തെ ഏജൻസിയും കൂടി ചേരുമ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് എക്സ്പെൻസ് വരുന്നത്. പണ്ട് നമ്മുടെ വിജയനും ദാസനും ഗൾഫിലേക്ക് പോകാൻ ഗഫൂർക്കായുടെ സഹായം തേടിയത് നിങ്ങൾക്കറിയില്ലേ? ശേഷം ഗഫൂർ ഖാൻ്റെ പാഴ്ക്കപ്പലിൽ അവർ പോയി എവിടെയാണ് ഇറങ്ങിയത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? ആ ഗഫൂർക്കയുടെ സഹായം നമുക്ക് വേണ്ട. ദാസനും വിജയനും നിങ്ങളും ആവേണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോലി കണ്ടെത്താൻ കഴിയും അവരുടെ എല്ലാം ഒഫീഷ്യൽ ജോബ് പോർട്ടൽ വഴി. ആരുടെ? കമ്പനികൾ അവരുടെ ജോബ് പോർട്ടൽ വഴി ജോലിക്കാരെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനിയിലെയും അതേപോലെ അയർലാൻഡിലെയും കമ്പനികളുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടലുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളിലേക്കാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് അവസരമുള്ളത് അല്ലെങ്കിൽ അപേക്ഷിക്കാൻ കഴിയുക, ഏതൊക്കെ കമ്പനികളിലേക്കാണ്, ഏതൊക്കെ മേഖലകളിലേക്കാണ് ജോലി ഒഴിവുകൾ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. എല്ലാ കമ്പനികളിലേക്കും അല്ലെങ്കിൽ എല്ലാ ജോലി ഒഴിവിലേക്കും നമുക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് അതിനുത്തരം. എല്ലാ കമ്പനികളും എല്ലാ ജോലി ഒഴിവുകളിലേക്കും വിസ സ്പോൺസർഷിപ്പ് നൽകുകയില്ല, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹയറിംഗ് നടത്തുകയില്ല. ഒരു കമ്പനിയിലേക്ക് ജോലി അവസരങ്ങൾ അവരുടെ ജോബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒരു ജോലിയിലേക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഞാൻ ഈ പറയുന്ന ജോബ് പോർട്ടൽ വഴി അവിടെ കാണുന്ന ജോലിയിലേക്ക് നിങ്ങൾ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കമ്പനിയുടെ ജോബ് പോർട്ടലിൽ ആ ജോലി ഒഴിവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വർക്ക് ഓതറൈസേഷൻ, വിസ സപ്പോർട്ട്, ലാംഗ്വേജ് റിക്രൂട്ട്മെൻറ്റ് എന്നിവ പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അപ്ലൈ ചെയ്യാവൂ. ശേഷം ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു യൂറോപ്പ CV നിർബന്ധമാണ്. കൂടാതെ ഒരു കവർ ലെറ്ററും ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. യൂറോപ്പ CV നിർബന്ധമാണ്. മറ്റ് CV ഒന്നും നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു യൂറോപ്പ CV ഇല്ലെങ്കിൽ ഞാൻ ഈ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് യൂറോപ്പ CV എന്നും പറഞ്ഞൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇനി കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നിങ്ങൾ മടുപ്പിക്കുന്നില്ല, നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നില്ല എന്നുള്ളതും കൂടെ ഒന്ന് എടുത്തു പറയട്ടെ. ജർമ്മനിയിലെയും അയർലാൻഡിലെയും ഏതൊക്കെ കമ്പനികളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും, ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് വളരെ ഒരു തീരാത്ത സീരിയൽ പോലെ ആയി മാറും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുള്ളൂ, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ശേഷം ഞാൻ പറയുന്ന മേഖലയിലെ, ഞാൻ പറയുന്ന കമ്പനികളിൽ ഏതെങ്കിലും കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നേരെ ഗൂഗിൾ പോവുക, ആ കമ്പനിയുടെ പേര് കൊടുക്കുക, അതിന് തൊട്ടപ്പുറത്തായി കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് അവരുടെ ഒഫീഷ്യൽ ജോബ് പോർട്ടലായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ലൊക്കേഷൻ ജർമ്മനി അല്ലെങ്കിൽ അയർലാൻഡ് എന്ന് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വീണ്ടും സെർച്ച് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ആ ഒരു കമ്പനിയിലേക്ക്, അയർലാൻഡ് അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ആ ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നെല്ലാം നോക്കിയ ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഒഴിവ് അവിടെ ഉണ്ടെങ്കിൽ അതിന് മുകളിലായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഹയറിംഗ് ആണോ അല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർക്കുള്ള ജോലി ഒഴിവാണോ എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇന്റർനാഷണൽ വേക്കൻസി ആണെങ്കിൽ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജുകൾ, അതായത് ജർമ്മൻ ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജ് അറിയണോ എന്നുള്ളത് നിർബന്ധം അവിടെ ഉണ്ടാക്കും. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയണം, അല്ലാത്തവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട. നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. ഗൾഫ് പോലെയൊന്നല്ല, നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്നവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. കൂടാതെ ചില കമ്പനികളിലേക്ക്, ചില രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ ജർമ്മനിയിലെ ചില കമ്പനികളിലേക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിയേണ്ടി വരും. അപ്പോൾ ലാംഗ്വേജ് റിക്രൂട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിശോധിക്കുക. ഇംഗ്ലീഷ് മാത്രം മതിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ.
വിസ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ജോലിക്കായിട്ട് 100% ഫ്രീ ആയിട്ട് യൂറോപ്പ CV വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അയർലൻഡ് എന്ന രാജ്യത്തെ ഏതൊക്കെ കമ്പനികളിലേക്ക്, ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ കമ്പനികളിലേക്ക് നമുക്ക് ജോലി ഒഴിവിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ഫസ്റ്റ് കമ്പനി ഗൂഗിൾ ആണ്. ഗൂഗിൾ എന്ന് പറയുമ്പോൾ ടെക്നോളജി മേഖലയിലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ടെക്നോളജി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അയർലൻഡിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാത്രമല്ല ഓപ്ഷൻ ആയിട്ടുള്ളത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ ഈ 3 കമ്പനികളിലേക്കും ടെക്നോളജി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അയർലൻഡിൽ അവസരമുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി E-commerce കമ്പനിയിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിതാ ലോകത്തിലെ ഏറ്റവും വലിയ E-commerce സ്ഥാപനമായിട്ടുള്ള ആമസോണിലേക്ക്, അയർലൻഡിലേക്ക് ജോലി ഒഴിവുണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇൻഡൽ, ജോൺസൺ ആൻഡ് ജോൺസൺ, ബാസ്റ്റോൺ സയൻറ്റിഫിക്, അബോട്ട്, ഡെൽ ടെക്നോളജീസ് എന്നീ കമ്പനികളിലേക്കും അയർലൻഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കമ്പനികളിലേക്കാണ് ഇന്ത്യക്കാർക്ക് അയർലൻഡിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതുള്ളത്. ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജർമ്മനിയിലെ കമ്പനികൾ ഏതൊക്കെയാണെന്നതാണ്. ഏകദേശം ഒരു 10ഓളം കമ്പനികൾ ജർമ്മനിയിലെ കമ്പനിയിലേക്ക് നമുക്ക് ഇന്ത്യക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓട്ടോമേറ്റീവ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കോണ്ടിനെൻ്റൽ എന്നൊരു കമ്പനിയിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. അതേപോലെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കാറ്റഗറിയിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിലെ 3 വലിയ കാർ കമ്പനികളിലേക്ക് അവസരമുണ്ട്. BMW, ബെൻസ്, വോൾസ്വാഗൻ ഈ 3 കമ്പനികളിലേക്കും ജർമ്മനിയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിയും. എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജർമ്മനിയിലെ 2 കമ്പനികളിലേക്ക് അവസരമുണ്ട്. സീമെൻസ് അതേപോലെ ബോഷ് എന്നീ കമ്പനികളിലേക്കാണ് അവസരമുള്ളത്. സോഫ്റ്റ്വെയർ ക്ലൗഡ് ടെക്നോളജി മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സാപ്പ് എന്നൊരു കമ്പനിയിലേക്കും, ലോജിസ്റ്റിക് ആൻഡ് കൊറിയർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കൊറിയർ കമ്പനികളിൽ ഒന്നായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ കൊറിയർ കമ്പനികളിൽ ഒന്നായിട്ടുള്ള DHLലേക്കും ജർമ്മനിയിലേക്ക് അവസരമുണ്ട്. ഈ വെയർഹൗസ് ഒക്കെ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ, വെയർഹൗസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച അവസരം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏറ്റവും മികച്ച സാധ്യതയാണ് DHL ജർമ്മനിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക്. കെമിക്കൽ മാനുഫാക്ചറിംഗ് മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ബാസ്ഫ് എന്നൊരു കമ്പനിയിലേക്കും, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഡാഷ് ടെലികോം എന്നൊരു കമ്പനിയിലേക്കും ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെ കമ്പനികളിലേക്ക്, അയർലൻഡിലെയും ജർമ്മനിയിലെയും ഏതൊക്കെ കമ്പനികളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. വീണ്ടും പറയുന്നു, ഈ പറഞ്ഞിട്ടുള്ള വീഡിയോയിലെ ഏതെങ്കിലും കമ്പനിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗൂഗിൾ ഓണാക്കുക, ശേഷം കമ്പനിയുടെ പേര് കൊടുക്കുക, അതിന് തൊട്ടടുത്തായി കരിയേഴ്സ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് തന്നെ അവരുടെ ജോബ് പോർട്ടലായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലൊക്കേഷൻ ഭാഗം ക്ലിക്ക് ചെയ്ത് ജർമ്മനി അല്ലെങ്കിൽ അയർലൻഡ് എന്ന കൊടുക്കുക, ശേഷം സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആ രാജ്യത്തേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ഈ കമ്പനികളുടെ ഒഫീഷ്യൽ കരിയർ പോർട്ടൽ വഴി ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. എന്നാൽ എല്ലാ ജോബുകൾക്കും വിസ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹയറിംഗ് ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഓരോ ജോബ് ഡിസ്ക്രിപ്ഷനിലും വർക്ക് ഓതറൈസേഷൻ, വിസ സപ്പോർട്ട്, ലാംഗ്വേജ് റിക്രൂട്ട്മെന്റ് എന്നിവ പരിശോധിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യുക.